ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ച് ഒഴിവാക്കിയ ഫ്ലക്സുകളിൽ നാട്ടുമാവുകൾ മുളച്ചുവരും. കൂത്തുപറമ്പ് നരവൂർ സൗത്ത് LP സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫ്ലക്സുകൾ കൊണ്ട് കവറുകൾ നിർമ്മിച്ച് അതിൽ നാട്ടുമാവിൻ വിത്തുകൾ നട്ടത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ പ്രവർത്തനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ ഒഴിവാക്കിയ ഫ്ലക്സുകൾ ഉപയോഗിച്ച് 150-ലേറെ കവറുകളാണ് നിർമ്മിച്ചത്. ഇതിലാണ് നാട്ടുമാവിൻ വിത്തുകൾ നട്ടത്. മുൻപ് നാട്ടിൽ കാണാറുള്ള വ്യത്യസ്ത രുചികളിലും പലതരത്തിലുമുള്ള നാട്ടുമാവുകൾ ആശങ്കാജനകമാം വിധം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതി ഏറ്റെടുത്തത്. 15 രക്ഷിതാക്കൾ ചേർന്ന് വിത്തുകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തൈകൾ പാകമാവുമ്പോൾ സ്കൂൾ കുട്ടികളുടെ വീട്ടുപറമ്പിലും പൊതുസ്ഥലങ്ങളിലും ഇവ നട്ട് പരിപാലിക്കും. 6 വർഷം മുൻപ് സ്കൂളിലും നരവൂർ റോഡിന്റെ വശങ്ങളിലും നട്ട മാവുകളിൽ ഈ വർഷം നിറയെ മാങ്ങ കായ്ച്ചിരുന്നു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പൂന്തോട്ട നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം, വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു. പ്രധാനാധ്യാപകൻ PV ദിജേഷ്, K ദിബിൻ, C റജിൻ, V രഗില, AK യജുഷ, AK സ്വാതി, അർഷീന എന്നിവർ നേതൃത്വം നൽകി. എല്ലാ ജൂൺ 5-നും മരത്തൈ നടുക എന്നുള്ളത് മാത്രം, മരത്തൈ നട്ടാൽ പോരാ അല്ലെ, നടുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി നമ്മൾ അതിനെ സംരക്ഷിക്കുകയും അത് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയോ, വേലി, വളം, അതുപോലെ തന്നെ വരൾച്ചയുള്ള സമയത്ത് വെള്ളം, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മരം വളരുകയുള്ളൂ. എന്നാൽ ആ രീതിയിലുള്ള ഒരു രീതിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ കൊണ്ട് പലപ്പോഴും നമ്മൾ കുഴിച്ചിട്ട മരം ഉണങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ലാതെ നമ്മൾ സ്കൂളിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുഴിച്ചിട്ട പല മരങ്ങളും നമ്മളെ സ്വന്തം വീട് നിർമ്മാണത്തിന്റെ സമയത്ത് മുറിച്ച് ഉപയോഗിച്ച അനുഭവങ്ങളും നമുക്ക് ചുറ്റുവായിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.